സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഈ സ്പെഷ്യൽ ഡിബേറ്റിലേക്ക്. ഈ ഡിബേറ്റിൽ നമുക്കൊപ്പം ഉള്ളത് 3 മുതിർന്ന മാധ്യമപ്രവർത്തകരാണ്. ഇവർ 3 പേരും മലബാർ രാഷ്ട്രീയം, അതുപോലെ നിലമ്പൂർ മണ്ഡലം ഇതൊക്കെ വളരെ കീനായി ഒബ്സർവ് ചെയ്യുകയും നന്നായി അറിയുകയും അതിൻ്റെ ചരിത്രം വിശദമായി മനസ്സിലാക്കുകയും ചെയ്ത ആളുകളാണ്. അവിടുത്തെ രാഷ്ട്രീയ ചലനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആളുകളുമാണ്. നമുക്കിപ്പോൾ ഉള്ളത് ഒന്ന് MP പ്രശാന്താണ്, റിസാലയുടെ പ്രേക്ഷകർക്ക് നല്ല പരിചിതനായ ആളാണ്. പിന്നെയുള്ളത് R സുഭാഷാണ്. അദ്ദേഹം ദീർഘകാലം ഒന്ന് നിലമ്പൂരുകാരനാണ്, നിലമ്പൂർ മണ്ഡലം അല്ലെങ്കിൽ പോലും നിലമ്പൂർ സ്വദേശിയാണ്, ദീർഘകാലത്തെ മാധ്യമപ്രവർത്തന പരിചയമുള്ള ആളാണ്, പ്രിൻറ്റിലും വിഷ്വലും. പിന്നെയുള്ളത് MP ബഷീറാണ്. പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, പക്ഷേ എങ്കിലും പറയാം, ദീർഘകാലത്തെ നേരത്തെ പറഞ്ഞ പോലെ പ്രിൻറ്റിലും വിഷ്വലിലും വെബിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും ഒക്കെ പരിചയമുള്ള ജേർണലിസ്റ്റാണ്. 3 പേർക്കും കോമൺ ആയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. മലബാർ രാഷ്ട്രീയം, അതുപോലെ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയം ഇത് നന്നായി അറിയാവുന്ന ആളുകളാണ്. ഞാൻ ഈ ഡിബേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യത്തെ ഡിസ്കഷൻ റിസാല അപ്ഡേറ്റിൽ നടന്നത് ഞാനും MP പ്രശാന്തായിരുന്നു ഒന്ന് ഇത് വിശകലനം ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ അന്ന് ആദ്യം MP പ്രശാന്തിനോട് ചോദിച്ചത്, നിലമ്പൂർ എന്നുള്ളത് ഒരു UDFന് എഡ്ജുള്ള മണ്ഡലമാണ്, അതങ്ങനെ തന്നെ അല്ലേ എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചരണം ഏതാണ്ട് അവസാനിക്കാറായ ഒരു ഘട്ടം എത്തിക്കുമ്പോൾ ഞാൻ സുഭാഷിനോടാണ് ഇപ്പോൾ ആ ചോദ്യം ചോദിക്കുന്നത്. നിലമ്പൂർ ഇപ്പോഴും UDFന് ഒരു എഡ്ജുള്ള മണ്ഡലമായി തന്നെ നിൽക്കുന്നുണ്ടോ? നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ചാനലുകൾ മുഴുവൻ അവിടെ ഇറങ്ങി അവിടുത്തെ സാധാരണക്കാരോട് ചോദിക്കുമ്പോഴും അവരും പറയുന്നൊരു കാര്യം അതാണ്. മുമ്പ് വളരെ എളുപ്പത്തിൽ നമുക്കൊരു ഉത്തരവുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അതിനൊരു UDFന് മേൽക്കൈയുള്ളൊരു മണ്ഡലമാണ് എന്നുള്ളത് ഉറപ്പായിരുന്നു. പക്ഷേ ആ ഒരു അവസ്ഥയിൽ നിന്ന് തുടക്കത്തിൽ ഏതാണ്ടൊരു ഈസി വാക്ക് ഓവർ കോൺഗ്രസ്സിന് കിട്ടും എന്നൊരു ചിന്ത തുടക്കത്തിലുണ്ടായിരുന്നെങ്കിലും M സ്വരാജ് വരികയും ഈ ഒരു പ്രചരണം ഇത്രയും രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ അതങ്ങനെ ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കാനാവില്ല. സ്വാഭാവികമായും ആ ഒരു UDFന് മുൻകൈ വോട്ട് കൂടുതലുള്ള ഒരു പ്രദേശം തന്നെയാണത്. പക്ഷേ ഇത്തവണ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാവില്ല. റൈറ്റ്. അതിൽ സ്പെസിഫിക്കായിട്ട് അൻവറിൻ്റെ സാന്നിധ്യം, അൻവർ മത്സരരംഗത്തേക്ക് വന്നത്, സ്വരാജ് സ്ഥാനാർത്ഥിയായത്, ഇത് 2 ഫാക്ടേഴ്സാണോ അവിടെ ഈ മാറ്റം ഉണ്ടാക്കിയത്? സ്വരാജ് മത്സരരംഗത്തേക്ക് വന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സ്വരാജ് അല്ല മറ്റൊരാളായിരുന്നെങ്കിൽ ഈ ഇപ്പോൾ ഉള്ള തരത്തിലുള്ളൊരു അവസ്ഥ അവിടെ ഉണ്ടാവുമായിരുന്നില്ല. നമുക്ക് സ്വാഭാവികമായിട്ടും അവിടെ UDF വിജയം ഉണ്ടാവും എന്ന കാര്യം പറയാമായിരുന്നു. അൻവർ വന്നതോടുകൂടി കൂടുതൽ സങ്കീർണമായി. അതായത് അൻവർ വരുന്നതുമായി ബന്ധപ്പെട്ടതായിരുന്നല്ലോ ഒരാഴ്ച കാലത്തെ തർക്കങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ആ സമയത്തും അൻവർ വന്നാൽ എന്തോ ഭയങ്കരമായ പേടി ഒരു UDF ക്യാമ്പുകളിൽ ദൃശ്യമായിരുന്നു. പക്ഷേ അൻവർ ഇപ്പോൾ രംഗത്ത് വന്നു. ആ പ്രചരണം മുന്നോട്ട് പോകുന്ന സമയത്ത് അൻവർ എത്ര വോട്ട് പിടിക്കും എന്നത് വളരെ നിർണായകമായ ഒന്നായി. അൻവർ പിടിക്കുന്ന വോട്ട് ഏത് വിഭാഗത്തിൽ നിന്ന് കൂടുതൽ പിടിക്കും എന്ന കാര്യവും ഇപ്പോൾ തർക്കമാണ്. ഒന്നാമത്തെ കാര്യം, അൻവർ വരുന്നതോടുകൂടി UDFൻ്റെ വോട്ടാണ് ഒഴുകിപ്പോവുക എന്നുള്ളൊരു പൊതുധാരണയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ അതിനകത്തൊരു വലിയ വ്യത്യാസം പിന്നീടല്ല ശരിക്കും ഉണ്ടാവുന്നത്. അൻവർ കഴിഞ്ഞ ഏതാണ്ട് ഒരു 10 കൊല്ലത്തോളമായി, 9 വർഷത്തിലായി MLA ആണ്. 10 വർഷവുമായി അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരോടൊപ്പം ജീവിച്ച കക്ഷിയാണ്. പിന്നെ ഈ ഇടതുപക്ഷക്കാരുടെ കടന്നൽ രാജാവൊക്കെ ആയി വർത്തിച്ച ആളാണ്. പിന്നെ അവിടെ ആ ഇടതുപക്ഷ ആളുകളുമായിട്ടുള്ള ഒരു നല്ല ബന്ധം അങ്ങേർക്കുണ്ടായിരുന്നു. ഒരു മണ്ഡലത്തിൽ എല്ലായിടത്തും എത്തിപ്പെടുന്ന ഒരാളായിരുന്നു. എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ആളായിരുന്നു. അതിന് പാർട്ടിയുടെ ചിട്ടവട്ടങ്ങളോ വേലിക്കെട്ടുകളോ ഒന്നുമില്ലാതെ. അപ്പോൾ ആ തരത്തിൽ ആർക്കും എന്തും ചെയ്തു കൊടുക്കുന്ന തരത്തിൽ അദ്ദേഹവുമായിട്ട് അടുപ്പം കൂടുതൽ ഉണ്ടാക്കിയത് ഇടതുപക്ഷത്തോട്, അതായത് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിരുന്നൊരു ജനവിഭാഗമാണ്. അവരിൽ നിന്ന് എത്ര വോട്ട് അൻവറിന് കിട്ടുമെന്നത് വളരെ നിർണായകമായ ഒന്നായിരിക്കും. അതിപ്പോൾ പിന്നെ ഇവിടെ സ്വരാജ് വന്നതിന് ശേഷം സ്വരാജിന് ശരിക്കും ആ ഒരു വോട്ടിനെ കൂടി മറികടന്നാൽ മാത്രമേ ജയിക്കാനാവൂ എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. റൈറ്റ്. ബഷീർ എന്താ തോന്നുന്നത്? നിലമ്പൂർ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ സുഭാഷ് ചൂണ്ടിക്കാണിച്ച ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നിലമ്പൂരിൻ്റെ ഒരു പൊളിറ്റിക്കൽ കാലാവസ്ഥയെ മാറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേതായിരിക്കും ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്യാൻ പോകുന്നത്? ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് മുന്നണിയായിരിക്കും ഹിറ്റ് ചെയ്യുക? ഞാൻ ചോദിക്കുന്നത് ഈ ചൂണ്ടിക്കാണിച്ച 2 കാര്യങ്ങൾ മാത്രമല്ല, മറ്റ് ഒരു ഇലക്ഷനെ ബാധിക്കാനിടയുള്ള മറ്റ് കാരണങ്ങളുണ്ട്. ഇപ്പോൾ
മലയോര പ്രദേശത്തെ ഇഷ്യൂസ്, അതുപോലെ വികസന പ്രശ്നങ്ങൾ, ഭരണത്തെക്കുറിച്ചുള്ള എതിരഭിപ്രായം, ഇങ്ങനെ പല കാര്യങ്ങൾ. ഇതിലേതായിരിക്കും ഹിറ്റ് ചെയ്യാൻ കൂടുതൽ സാധ്യത? എനിക്ക് തോന്നുന്നത്, ഒന്ന് അൻവർ പി ശശിക്കെതിരെയും നേരിട്ട് പിണറായി വിജയനെതിരെയും വലിയ ആരോപണങ്ങളുമായി മുന്നോട്ട് വരികയും നിലമ്പൂർ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വരും എന്ന് ഏറെക്കുറെ ഉറപ്പാവുകയും ചെയ്ത ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷകർ പൊതുവായി കരുതിയിരുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സബ്ജക്റ്റ് കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഡിബേറ്റ് മീൻസ് ചർച്ചയാവുന്ന വിഷയങ്ങളുടെ ഒരു റെപ്രസെൻറ്റേഷൻ എടുത്താൽ നിലമ്പൂരിൽ അതിൻ്റെ ഒരു പ്രലോഡ് ഉണ്ടാകും എന്നായിരുന്നു. അൻവർ അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളൊക്കെയാണ് CPM-നെതിരെയും പിണറായിക്കെതിരെയും ശശിക്കെതിരെയും ഒക്കെ ഉന്നയിച്ചത്. സ്വാഭാവികമായും തൊട്ട് ഇമ്മീഡിയറ്റായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ റൈവൽ മുന്നണി ആ വിഷയങ്ങൾ അത്രയും എടുത്ത് ചർച്ചയിലേക്ക് കൊണ്ടുവരും. അതിൻ്റെ തുടർച്ചയായി നിയമസഭയിലേക്കും പിന്നെ ലോക്കൽ ഇലക്ഷനിലേക്കും പോകും എന്നായിരുന്നു കണക്കാക്കപ്പെട്ടത്. പക്ഷേ ഒരു തരത്തിൽ അൻവർ തന്നെ സ്വയം ഡിസ്ക്രെഡിറ്റ് ചെയ്തു. പിന്നെ അൻവർ മുന്നോട്ട് വെച്ച പ്രശ്നങ്ങളെ അതിൻ്റെ വിശ്വാസ്യത തകർക്കുന്നതിൽ കുറേയൊക്കെ CPIM വിജയിക്കുകയും ചെയ്തു. അൻവറിൻ്റെ ഈ ഓവർനൈറ്റ് ഷിഫ്റ്റ്, അഭിപ്രായങ്ങളിലൊക്കെ ഉള്ള ഷിഫ്റ്റൊക്കെ വലിയ തോതിൽ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ നിലമ്പൂരിനെ പ്രതി രാഷ്ട്രീയ മണ്ഡലത്തിലോ ചർച്ചയിലേക്ക് വരുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. പുതിയ പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ ഇടതുമുന്നണിയുടെ ക്യാമ്പയിൻ വിജയിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. മറിച്ചായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് അടുത്ത തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള വലിയൊരു വിഷയത്തിൻ്റെ ഒരു തീവ്രത കൊണ്ട് വലിയ ഒരു തെരഞ്ഞെടുപ്പായി മാറുമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് തന്ത്രപൂർവ്വം ഇതിനെ സബ്ജക്റ്റിനെ മാറ്റിവിടുന്നതിൽ CPIM വിജയിച്ചു. ഞാൻ വിചാരിക്കുന്നത് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം പലരും പറയുന്നത് അവസാന നിമിഷം ഗത്യന്തരമില്ലാതെ എടുത്ത തീരുമാനമാണ് എന്നാണ്. പക്ഷേ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം വേണ്ടി വന്നാൽ എപ്പോഴും എടുത്തിടാവുന്ന ഒരു സംഗതിയായി നേരത്തെ തന്നെ CPM തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാകണം. എന്നാൽ രാഷ്ട്രീയ അന്തരീക്ഷം നോക്കി ഇതിനെ ഒരു എഡ്ജ് നമുക്ക് കിട്ടുമെന്ന് ഉറപ്പായ ഘട്ടത്തിലായിരിക്കും സ്വരാജിനെ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സ്വരാജിനെ അവർ മത്സരത്തിലേക്ക് ഇറക്കിയിട്ടുണ്ടാവുക എന്നാണ്. ഏതായാലും അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ പ്രലോഡ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അൻവർ വഴി ഉന്നയിക്കപ്പെടുമെന്ന് കരുതിയിരുന്ന വിഷയങ്ങളൊന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നതിൽ UDF വിജയിച്ചില്ല എന്ന് മാത്രമല്ല, അക്കാര്യത്തിൽ അതിൻ്റെ എഡ്ജ് CPM-ൻ്റെ കയ്യിലാണ് നിലവിലുള്ളത് എന്നാണ് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന കാഴ്ചയാണ്. പക്ഷേ അതാണ് എൻ്റെ ഒരു തോന്നൽ. MP പ്രസാദ് എന്താ തോന്നുന്നത്? ഇതുപോലെ ഈ അൻവർ ഉന്നയിച്ച ഒരുപാട് വിഷയങ്ങളുണ്ട്, അത് നമ്മൾ അന്ന് ഇടയ്ക്ക് ഡിസ്കസ് ചെയ്തതാണ്. അതിലൊരു ഗൗരവമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ CPM നേതാക്കളടക്കം അല്ലെങ്കിൽ പ്രവർത്തകരടക്കം പറയാതെ പറഞ്ഞുകൊണ്ടിരുന്ന ആക്ഷേപങ്ങളിൽ പലതും അൻവർ പറഞ്ഞിരുന്നു. ഇപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളൊക്കെ അതിന്ന് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടോ? അതുപോലെ ഈ ഭരണവിരുദ്ധ വികാരം, അതുപോലെ ഈ മലയോരത്തെ പ്രശ്നങ്ങൾ, ഇതിൽ നിന്നൊക്കെ പൂർണ്ണമായും ഷിഫ്റ്റ് ചെയ്യുന്നതിൽ CPM വിജയിച്ചിട്ടുണ്ടോ? അപ്പോൾ ബഷീർ ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നത്, തെരഞ്ഞെടുപ്പിൽ വിഷയമാവേണ്ടത് ഭരണവിരുദ്ധ വികാരമായിരുന്നു. പ്രത്യേകിച്ച് അൻവർ ഉന്നയിച്ചത് പിണറായി വിജയൻ്റെ പിണറായിസം എന്ന പേരിൽ, അതിൽ പ്രത്യേകിച്ചും പോലീസുമായി ബന്ധപ്പെട്ടത്, പോലീസിലെ RSS വൽക്കരണം എന്ന വളരെ ഗുരുതരമായ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രശ്നമൊന്നും ഇപ്പോൾ വന്നതെന്ന് പറഞ്ഞാൽ ഈ 3 സ്ഥാനാർത്ഥികൾ, ഒന്ന് SDPIയുടെ സ്ഥാനാർത്ഥി ഉന്നയിക്കുന്ന അതേ കാര്യമാണ്, അൻവർ ശ്രമിക്കുന്ന അതേ കാര്യമാണ്, UDF ഉന്നയിക്കുന്ന അതേ കാര്യമാണ്. അപ്പോൾ പിണറായി വിരുദ്ധ അല്ലെങ്കിൽ CPM വിരുദ്ധ വോട്ടുകൾ 3 സ്ഥലത്തേക്കാണ് ചിതറുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും? അപ്പോൾ ഇത് ഒരുമിച്ചായിരുന്നെങ്കിൽ ഈ പാലക്കാടൊക്കെ ഉണ്ടായിരുന്നത് പോലെ SDPIയുടെ പിന്തുണ UDF-ന് കിട്ടുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്തുണ്ടാവുന്ന ഒരു ഏകീകരണമുണ്ട്. അതായത് ഭരണവിരുദ്ധ വികാരം ഇങ്ങനെ 3 ഇതായി ചിതറപ്പെടാതെ ഏകീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായും UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയാകുമായിരുന്നു എന്നൊക്കെ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇപ്പോൾ സങ്കീർണമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. തീർച്ചയായും SDPI ഉന്നയിക്കുന്നൊരു കാര്യം, ഞങ്ങൾ അൻവർ പറയുന്നതിന് എത്രയോ മുമ്പ്
ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പിണറായി വിജയനെ പാഠം പഠിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സംഘപരിവാറിൻ്റെ പോലീസിലുള്ള സ്വാധീനത്തെക്കുറിച്ച് എതിർപ്പുള്ളവർ അവരുടെ വോട്ട് രേഖപ്പെടുത്തേണ്ടത് ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ നിലപാടിനെതിരെ ഉറച്ചു നിൽക്കുന്നവർ എന്ന് പറയുന്നുണ്ട്. അൻവർ ഉന്നയിക്കുന്നത് അതേ കാര്യമാണ്. എനിക്ക് കിട്ടുന്ന വോട്ടാണ് പിണറായിസത്തിൻ്റെ വോട്ട്, യഥാർത്ഥത്തിൽ പിണറായിസത്തിനെതിരായുള്ള വോട്ട് എനിക്ക് കിട്ടുന്ന വോട്ടാണ് എന്ന് അൻവറും പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സങ്കീർണമായ അവസ്ഥയിൽ ഏതൊക്കെ രീതിയിലാണ് അത് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് ഒരുപക്ഷെ പ്രവചനാതീതമായ കാര്യമാണ്. കാരണം ഇത് ഒരേ വികാരം 3 കേന്ദ്രങ്ങളിലായി ചിന്നിത്തെറിപ്പിട്ട് പോകും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നേരത്തെ ബഷീർ ചൂണ്ടിക്കാണിച്ചതുപോലെ സ്വരാജ് എന്ന നേതാവിനെ അവർ കൊണ്ടുവരാനുള്ള കാരണം തന്നെ ഇങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണെന്നാണ്. കാരണം സ്വരാജ് CPM ലഭിക്കാവുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റാണ് എന്ന് UDF നേതാക്കന്മാർ തന്നെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ചർച്ചകളിൽ അദ്ദേഹത്തിൻ്റെ വായനയുടെ വിപുലമായ പുസ്തക ശേഖരത്തെക്കുറിച്ചൊക്കെ പറയുന്നത് അതൊന്നുമല്ല. പക്ഷേ പ്രശ്നം ഈ ഒരു സ്വരാജിനെ അവിടെ കൊണ്ടുവരുന്നതിലൂടെ ഒരുപക്ഷെ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടാവേണ്ടുന്ന ചില വോട്ടുകൾ പോലും ഒരു ഫാസിസ്റ്റ് വിരുദ്ധ മുഖം, അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഈ ഒരു കൃത്യമായ നിലപാടെടുക്കുന്ന ഒരാൾ, സംഘപരിവാറിനെതിരെ വളരെ ശക്തമായി നിലപാടെടുക്കുന്ന ഒരാൾ ആണ് എന്ന രീതിയിൽ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് സാധാരണ രീതിയിൽ UDFന് കിട്ടേണ്ട വോട്ടുകളെ കൂടി ആകർഷിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ് അവർ സ്വരാജിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരു പരീക്ഷണം എത്ര രീതിയിൽ വിജയിക്കും എന്നുള്ളത് കണ്ടറിയണം. എങ്കിലും CPMൻ്റേത് ഒരു മാസ്റ്റർ സ്ട്രോക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഭരണത്തിൻ്റെ വിലയിരുത്തലാവേണ്ടുന്ന എല്ലാ അർത്ഥത്തിലും CPMനെതിരെയുള്ള ശക്തികൾ ഒന്നിക്കേണ്ടിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു രീതിയിൽ ചർച്ച കൊണ്ടുപോകുവാൻ CPMന് കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പല പണ്ടത്തെ പ്രസ്താവനകൾ, ഏറ്റവും ഒടുവിലായി ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ, അത് വലിയ രീതിയിൽ ചർച്ചയാക്കാൻ CPM ശ്രമിക്കുന്നുണ്ട്. അതുവഴി ഒരു ഏകീകരണം തടയുക എന്നുള്ള ഒരു ശ്രമം കൂടിയുണ്ട്. അതിന് ശ്രദ്ധിക്കപ്പെടാതെ ഒന്ന് ഈ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ട് എങ്ങോട്ട് പോകും എന്നുള്ളത്. അതിലേക്ക് വരാം. മുമ്പ് ഈ സുഭാഷ് ഈ അൻവറിനെ PV അൻവറിനെ കൈകാര്യം ചെയ്യുന്നതിൽ UDF നേതൃത്വത്തിനൊരു വീഴ്ച പറ്റിയോ? അതില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറെ കൂടെ ഒരു ഈസി ജയം UDFന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. വളരെ ഈസിയായി ജയിക്കാവുന്ന ഒരു മണ്ഡലമാണിത്. കാരണം നമുക്കറിയാം 6 തവണ ആര്യാടൻ മുഹമ്മദ് ജയിച്ചതാണ്. ഏറ്റവും അവസാനം 2 തവണ മാത്രമാണ് അൻവർ ജയിക്കുന്നത്. അപ്പോൾ ഇതുവരെ അവിടെ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ പണ്ട് കുഞ്ഞാലി ജയിച്ചു എന്ന് പറഞ്ഞാൽ 65-ലും 67-ലൊക്കെയാണ്. അന്നൊക്കെ മുസ്ലിം ലീഗ് ഏതാണ്ട് മാറി നിൽക്കുക, അല്ലെങ്കിൽ സപ്തകക്ഷി മുന്നണിയുടെ ഒപ്പം നിൽക്കുകയൊക്കെ ചെയ്തൊരു കാലമാണ്. അതിനുശേഷം ആകെ 3 തവണയേ വിജയം ഉണ്ടായിട്ടുള്ളൂ. ആ 3 തവണയും ഒന്ന് TKMC ആണ്, 2 തവണ അൻവറാണ്. അതായത് CPMൻ്റെ വോട്ടിന് പുറത്ത് ഉള്ള വോട്ട് സംഭരിക്കാൻ ഒരാൾക്ക് കഴിയുമ്പോൾ മാത്രമേ അവിടെ ജയിച്ചിട്ടുള്ളൂ. അതിനു മുമ്പ് ഈ ഭൂരിപക്ഷം ഏതാണ്ട് 18,000 20,000 ഒക്കെ ആയിരുന്ന ഒരു കാലത്തുനിന്ന് ഒരു 6,000 ആയത് അവിടെ തോമസ് മാത്യു എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് അല്ലാതെ LDF കാൻഡിഡേറ്റ് ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് മത്സരിച്ചപ്പോൾ മാത്രം. കാരണം അതുവരെ അത്തരമൊരു ജനവിഭാഗത്തിന് അവിടെ ഒരു പ്രാതിനിധ്യ സ്വഭാവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഉറപ്പായും UDFന് കിട്ടുന്ന ഒരു മണ്ഡലമാണ്, അവരുടെ ഉറച്ച മണ്ഡലം തന്നെയാണ്. അവിടെ ഒരു അമിത ആത്മവിശ്വാസം ഒരു പക്ഷേ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അതായത് അൻവറിനെ കൈകാര്യം ചെയ്യുന്നതിലെടുത്ത്, പക്ഷേ അതിനകത്ത് മുസ്ലിം ലീഗ് എടുത്തൊരു അവധാനത, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് കാണിച്ച ഒരു സാവകാശമൊന്നും കോൺഗ്രസിൻ്റെ, പ്രത്യേകിച്ച് VD സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. ആ ഒരു സംഭവം കുറെ കൂടി രമ്യമായി അവർക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇത് വളരെ ഈസി വാക്കോറായി മാറുകയും ചെയ്യും. ഇപ്പോൾ പ്രശാന്തും ഇവർ പറഞ്ഞ പോലെ ഒരിക്കൽ പോലും സ്വരാജ് അവിടെ അപ്പോഴും നടത്തിപ്പുകാരനായി മാത്രമേ നിൽക്കൂ. അവർ ബദലായി ഏതെങ്കിലും ഒരു ആളെ കണ്ടു നിർത്തി അതൊരു സാധാരണ മത്സരമാക്കി മാറ്റിക്കളയുമായിരുന്നു. പക്ഷേ ഈ അൻവർ എന്ത് സംഭവിക്കും, അൻവർ എന്ത് പറയും, നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് അൻവറിൻ്റെ നിലപാട് മാറ്റം അവിടെ ഉണ്ടാക്കിയ കൺഫ്യൂഷൻ, അത് കൃത്യമായ അവസരമാണെന്ന് കണ്ടിട്ട് തന്നെയാണ് സ്വരാജിനെ എടുത്തിട്ടുള്ളത്. അൻവറിനെ കൂടെ നിർത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു വാക്ക് ഓവർ, ഇനിയിപ്പോൾ കൂടി നിർത്താൻ കഴിയുന്നില്ല അഥവാ പരസ്യമായ പിന്തുണ ഇല്ലെങ്കിൽ പോലും അയാളെ ഒതുക്കി നിർത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ വളരെ എളുപ്പത്തിൽ UDFന് ജയിക്കാവുന്ന ഒരു മണ്ഡലമായിരുന്നു.
UDF-ന് അങ്ങനെ ജയിക്കാൻ പറ്റുമായിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഇതുവരെയുള്ളിടത്തൊക്കെ ഇതുവരെ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ സിറ്റിംഗ് സീറ്റുകൾ അതത് ആളുകൾ നിലനിർത്തുന്നതായിരുന്നു. അതിൽ നിന്ന് മാറി LDF-ന്റെ ഒരു സീറ്റ് പിടിച്ചെടുത്തു എന്ന ഖ്യാതി ഉറപ്പായിട്ടും ഇതേപോലെ ഒരു പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പിൽ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ അവർക്ക് നേടാനാവുമായിരുന്നു. അത് അടുത്ത ഇലക്ഷനെ അവർക്ക് വലിയ തോതിൽ എന്താ പറയുക ബാധിക്കുകയും ചെയ്യുമായിരുന്നു, അവർക്ക് ഗുണകരമായി ബാധിക്കുകയും ചെയ്യുമായിരുന്നു. റൈറ്റ്. ഇത് പറയുമ്പോഴേ ബഷീർ, നമ്മളിപ്പോൾ പറയുന്നത് വൈ UDF അവരുടെ ഒരു ചാൻസ് മിസ്സാക്കിയോ എന്നുള്ളൊരു ആംഗിളിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പുറത്തെ LDF-ന്റെ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് എന്താ പറയുക പ്രതിസന്ധികൾ മുമ്പിലുണ്ട്. ഒന്ന് 9 വർഷത്തെ ഭരണം എത്ര മികച്ചതാണെങ്കിൽ പോലും ഈ 9 വർഷം തുടർച്ചയായി ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്നൊരു ഒരു എലമെൻ്റ് അവിടെ ഡെഫിനറ്റ്ലി ഉണ്ടാവും. പിന്നെ ഇത് മലയോര മേഖലയാണ്. അവിടെ ഈ വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ പ്രശ്നം അവിടെ വലിയൊരു വിഷയമാണ്. മൂന്നാമത്തെ കാര്യം ഇപ്പോൾ സുഭാഷ് ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇതൊരു UDF മനസ്സുള്ള ആളുകൾക്ക് മുൻതൂക്കമുള്ളൊരു മണ്ഡലമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ LDF-ന് മറികടക്കേണ്ട വിഷയങ്ങളാണ്. അപ്പം അത്ര എളുപ്പമല്ല LDF-ന്. അല്ലെങ്കിൽ LDF വിചാരിക്കുന്ന പോലെ അൻവർ കുറച്ച് വോട്ട് പിടിക്കും, അല്ലെങ്കിൽ SDPI കുറച്ച് വോട്ട് പിടിക്കും, അത് മിക്കവാറും ഒക്കെ UDF-ന്റെ വോട്ടായിരിക്കും, അതുകൊണ്ട് സ്വരാജിന് ജയിക്കാൻ സാധിക്കും എന്നൊരു ലളിത കണക്കിലേക്ക് പോകാൻ പറ്റുമോ? ഇല്ല, പോകാൻ പറ്റില്ല. ഒന്ന്, ഈ UDF രാഷ്ട്രീയത്തിൽ ഏറ്റവും ആവേശം കൊള്ളുന്ന മണ്ഡലങ്ങളിലൊന്നാണ് നിലമ്പൂർ. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയൊക്കെ മത്സരിക്കുമ്പോൾ 60,000-ന് മേലേക്ക് ഉള്ള വോട്ടിലേക്ക് ആ ഒരൊറ്റ അസംബ്ലി സെഗ്മെൻറ്റിൽ നിന്ന് ലീഡ് പോവുകയാണ്. ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. മലയോര മേഖലയിലെ പ്രശ്നം, മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്, അടുത്ത തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ ഗ്രൗണ്ടിൽ നിന്ന് ഉയരേണ്ടിയിരുന്ന പ്രശ്നങ്ങളുടെയൊക്കെ കേന്ദ്രം കൂടിയാണ് നിലമ്പൂർ മണ്ഡലം. പക്ഷേ അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് തടയുന്നതിൽ CPM വിജയിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ തോന്നൽ. അത്തരം വിഷയങ്ങളൊന്നും ഉയർന്നു വരുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ഇത് ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക്കലി അത് അവിടെ ഉണ്ട്. ഓർഗാനിക്കലി അവിടെ അത് ഉണ്ടല്ലോ, നാട്ടുകാർ ഇത് അനുഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു പ്രശ്നമല്ല. UDF ഇത് മറ്റേ ലൗഡായിട്ട് ഉന്നയിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സ്ക്രീനുകളിൽ ഇത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ. ഓർഗാനിക്കായിട്ട് അത് അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവണ്ടേ? ഉണ്ട്, തീർച്ചയായും. പ്രത്യേകിച്ചും വനം വകുപ്പും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള സർക്കാർ വിരുദ്ധമായ അന്തരീക്ഷം മലയോര മേഖലയിൽ ആകെ ഉണ്ട്. അല്ലാതെ ഇപ്പോൾ ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ബാധിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണ് നിലമ്പൂർ. ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഈ ഒരു രാഷ്ട്രീയ മത്സരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നതിൽ അതിൻ്റെ പ്രചാരണത്തിൻ്റെ ഓൺ ദ ഫേസ് രാഷ്ട്രീയത്തിലേക്ക് ഊന്നുന്നതിൽ CPIM വിജയിച്ചു. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പയിൻ്റെ കോൺസെൻട്രേഷൻ അത് ഈ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ടുള്ളതല്ല, അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ടുള്ളതാണ്. അതോടൊപ്പം ഈ തീരുമാനമെടുക്കാതെ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല എന്നാണ്. ഇപ്പോൾ ഹിന്ദു മഹാസഭ എന്ന ഭാരതീയ ഹിന്ദു മഹാസഭ എന്ന പേരിലുള്ള ഒരു സംഘടനയുടെ ഒരു ഫോട്ടോ പ്രചരിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വളരെ സൂക്ഷ്മമായ വിശകലനത്തിന് ശേഷം CPIM എത്തിയിരിക്കുന്ന ഒരു തീരുമാനം, അല്ലെങ്കിൽ അവരുടെ ഒരു അക്കാര്യത്തിലുള്ള അവരുടെ ഒരു സ്ട്രാറ്റജി, മുസ്ലിം ലീഗിനെ ജമാഅത്തെ ഇസ്ലാമിയുമായും SDPIയുമായും ഇക്വേറ്റ് ചെയ്യുക എന്നതാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് വരെ മുസ്ലിം ലീഗിനെ ആ പക്ഷത്തേക്ക്, ഇടതുപക്ഷത്തേക്ക് കിട്ടുമോ എന്നൊരു ശ്രമം ഉണ്ടായിരുന്നു. ഒന്നുകിൽ മുസ്ലിം ലീഗിനെ ഒന്നാകെ, അതല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു കഷ്ണത്തെയെങ്കിലും കിട്ടുമോ. കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ അതിന് അനുകൂലമായൊരു അന്തരീക്ഷം ലീഗിനകത്തും ഉണ്ടായിരുന്നു. പക്ഷേ മുനീറും ഈ KM ഷാജി ഉൾപ്പെടെയുള്ള നേതാക്കൾ പല വിധത്തിൽ ഒരു ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടാണ് അതിനെ ചെറുത്ത് തോൽപ്പിച്ച് മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തേക്ക് പോകാത്ത അവസ്ഥ എത്തിച്ചത്. മുസ്ലിം ലീഗ് കൂടെ വരില്ല എന്നുറപ്പായതിന് ശേഷം നടന്ന വിശകലനങ്ങളിൽ CPIM എത്തിയിരിക്കുന്നൊരു തീരുമാനം, അത് ആ പ്രചാരണം അതിന് തൊട്ട് ശേഷം നമുക്ക് എല്ലായിടത്തും കാണാം. ജമാഅത്തെ ഇസ്ലാമിയാണ് മുസ്ലിം ലീഗിൻ്റെ ധൈഷണിക പിന്തുണ കേന്ദ്രം എന്ന് വരുത്തുന്നതിലും ജമാഅത്തെ ഇസ്ലാമിയും SDPIയുമായി മുസ്ലിം ലീഗ് പതിവില്ലാത്ത വിധത്തിൽ അടുക്കുകയാണ്, ഇത് മൂന്നും ഒന്നാണ് എന്ന് വരുത്താനുള്ള അത് അവരുടെ ആലോചിച്ചെടുത്ത തീരുമാനം. ഇവിടെ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള പ്രചാരണത്തിലൂടെ ഹിന്ദു വോട്ടിൽ ഒരു പക്ഷത്തെയും ക്രിസ്ത്യൻ വോട്ടിനെയും ആകർഷിക്കാൻ
CPI-എമ്മിന് പറ്റും. അതേസമയം നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഒരു ഇക്വേഷൻ എടുത്താൽ അതൊരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമല്ല. 45% ഹിന്ദു ഭൂരിപക്ഷം, ചെറിയ 1-2 ശതമാനത്തിലുള്ള വ്യത്യാസമേ ഉള്ളൂ. 43-45 അതാണ്. ക്രിസ്ത്യൻ വോട്ട് എന്ന് പറയുന്നത് 10% താഴെ, ഏതാണ്ട് അറൗണ്ട് 10. ഹിന്ദു വോട്ടർമാരിൽ ഏതാണ്ട് ഒരു 7-8% ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെ ആർക്കെങ്കിലും ഒരു വലിയ ഭൂരിപക്ഷം മലപ്പുറത്തിൻ്റെ പൊതുചിത്രം എടുക്കുന്നത് പോലെ ഉള്ള മണ്ഡലമല്ല. ഇതിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വോട്ട് അതിൻ്റെ ഒരു ഓൺ ദ ഫേസ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഇപ്പോഴുള്ള സെൻസിറ്റീവായ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്രിഞ്ചിൽ നിൽക്കുന്ന ആളുകളുടെ വോട്ടിനെ അട്രാക്റ്റ് ചെയ്യാൻ CPI-എമ്മിന് പറ്റുന്നുണ്ട്. ഹിന്ദു വിഭാഗത്തിൽ BJP-യുടെ സ്ഥാനാർത്ഥി യഥാർത്ഥത്തിൽ വീക്കാണ്. BJP-ക്ക് 13,000 വരെ വോട്ട് കിട്ടിയിരുന്നു അവിടെ. പക്ഷേ അതിൽ നിന്നൊരു ഒരു പോർഷൻ പിടിക്കുന്നതിലും ഈ ക്യാമ്പയിനിലൂടെ CPI-എമ്മിന് പറ്റും. ജമാഅത്തിനെതിരെയുള്ള ക്യാമ്പയിനുണ്ട്, പ്രത്യക്ഷത്തിൽ ഹിന്ദു മഹാസഭ പോലുള്ള ആളുകളുടെ ഫോട്ടോ പോലും പ്രചരിക്കും. ഇതെല്ലാം CPI-എമ്മിന് അനുകൂലമായാണ് വോട്ടിങ്ങിൽ ഭവിക്കുക എന്നാണ്. അതേസമയം മുസ്ലിം സമൂഹത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കാവുന്നതിൽ കേരളത്തിൽ ഇന്ന് CPI-എമ്മിന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല കാൻഡിഡേറ്റാണ് സ്വരാജ്. അതിൽ സംശയമില്ല. സ്വരാജ് അതിൽ മലപ്പുറം ജില്ലയിൽ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റാണ് സ്വരാജ്. കേരളത്തിൽ എവിടെ ഇട്ടാലും ഒരു മുസ്ലിം ജനവിഭാഗത്തിൽ നിന്ന് രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ചും ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ കൊണ്ട് സ്വരാജിനെതിരെ ഒരു നിലക്കും അവർക്ക് എതിർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ലീഗ് നേതാക്കൾക്കിടയിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്ട്രാറ്റജിക്കലി വെൽ പ്ലാൻഡ് ആണ് CPI-എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ തിരഞ്ഞെടുപ്പിനോടുള്ള അപ്രോച്ച് എന്നാണ്. അത് വെൽ പ്ലാൻഡ് ആണത്. പുറത്തേക്ക് വരുന്ന സോഷ്യൽ മീഡിയയിലും അല്ലാതെയും പ്രചരിപ്പിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയമായി അനുകൂലമായി വരുന്നത് CPI-എമ്മിനായിരിക്കും. അതേസമയം രാജീവ് നേരത്തെ പറഞ്ഞ പ്രശ്നം, ഇതിനെല്ലാം മറികടക്കാവുന്ന വിധത്തിൽ ഗ്രൗണ്ടിൽ എറപ്റ്റ് ചെയ്യാവുന്ന പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അത് സർക്കാർ വിരുദ്ധമായി ഉന്നയിക്കപ്പെടാവുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കോൺസെൻട്രേഷനുള്ള മണ്ഡലവുമാണ് നിലമ്പൂർ. പൊതുവെ UDF-ന് വലിയ മെജോറിറ്റിയുള്ള മണ്ഡലമാണ്. UDF-ന് ഒരു ആവേശ തിരതള്ളലുണ്ടായ ഘട്ടത്തിലെല്ലാം UDF-ന് വലിയ വിജയം കൊടുത്തിട്ടുള്ള അൻവർ എന്ന് പറയുന്ന ഫാക്ടറൊന്നും അത്ര വലിയൊരു, അപ്പോൾ 2014 അൻവർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് സ്വതന്ത്രനായി മത്സരിച്ചിരുന്നു, വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ. അതായത് MI ഷാനവാസ് രണ്ടാമത് മത്സരിച്ച് ജയിച്ച, MI ഷാനവാസിന്റെ ഭൂരിപക്ഷം ഡ്രാസ്റ്റിക് ആയി കുറഞ്ഞ് 50,000 മറ്റേ ഭൂരിപക്ഷത്തിൽ സത്യൻ മൊകേരിയും MI ഷാനവാസും മത്സരിച്ച അതിൽ 37,000 വോട്ടാണ് അൻവറിന് മൊത്തത്തിൽ കിട്ടിയത്. അന്ന് നിലമ്പൂർ സെഗ്മെന്റിൽ അൻവറിന് കിട്ടിയത് ഏതാണ്ട് 7,000-ൽ താഴെ വോട്ടാണ്, 6,000. അൻവറിന് വിജയസാധ്യത ഇല്ലാത്ത ഒരു അൻവറിന് നിലമ്പൂരിൽ അന്ന് ഗാർണർ ചെയ്യാൻ പറ്റിയ വോട്ട് എന്ന് പറയുന്നത് 7,000-ൽ താഴെയാണ്. പക്ഷേ ഇവിടെ സുഭാഷ് പറഞ്ഞ പ്രശ്നം, അതായത് അദ്ദേഹം ഇത്രയും കാലം ഗ്രൗണ്ടിൽ പ്രത്യേകിച്ചും LDF-നോടൊപ്പം നിന്ന് വർക്ക് ചെയ്യായിരുന്നു, അത് എത്രമാത്രം വോട്ടുണ്ടാക്കും എന്നതാണ്. പക്ഷേ അൻവറിനെ ഫലപ്രദമായി തള്ളിക്കളയുന്നതിൽ CPI-എം ഒരു നിലക്കും CPI-എമ്മിൻ്റെ അണികളെ ബാധിക്കാത്ത വിധത്തിൽ അൻവറിനെ തള്ളിക്കളയുന്നതിൽ CPI-എം വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾ പോലും പോയിട്ടില്ല. അൻവറിന് കിട്ടാവുന്ന വോട്ട് എന്ന് പറയുന്നത് 2014 ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ ആ സെഗ്മെന്റിൽ അൻവർ പിടിച്ച 7,000-ൽ താഴെ വോട്ടായിരിക്കും. അതിനപ്പുറത്തേക്ക് അൻവർ ഇത്തവണ എന്തെങ്കിലും ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കുമെന്ന്. പക്ഷേ ആ 7,000 വോട്ട് വളരെ നിർണായകമായിരിക്കും അല്ലേ? അതൊരുപക്ഷെ നിർണായകമാകാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് ഇപ്പം നേരത്തെ പ്രശാന്ത് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച ഈ ക്രിസ്ത്യൻ മേഖലയിലെ വോട്ടിൻ്റെ പ്രശ്നം, 2 കാര്യങ്ങൾ സൂചിപ്പിക്കണം. ഒന്ന്, ഇപ്പോൾ മുനമ്പം ഭൂമി വിഷയമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ ഇപ്പോൾ കാസ പോലുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഡിസ്കസ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഒരു ആൻറ്റി മുസ്ലിം സെൻറ്റിമെൻ്റ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കിടയിൽ വളർത്താൻ വലിയ ശ്രമം നടക്കുന്നുണ്ട്. അതിലൊരുപാട് ആളുകൾ പെട്ടുപോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ ഒരു പ്രതിഫലനം ഒരു പക്ഷേ നിലമ്പൂർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, ജോയ് എന്ന് പറയുന്ന അവിടുത്തെ DCC പ്രസിഡന്റിനെ അൻവർ ഒരു കാൻഡിഡേറ്റായിട്ട് മുന്നോട്ട് വെച്ചിരുന്നു. ജോയെ ഒഴിവാക്കിയാണ് ആര്യാടന് സീറ്റ് കൊടുക്കുന്നത് എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ടോ? അത് കമ്മ്യൂണലി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കിടയിൽ UDF-ന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് കുറയാൻ കാരണമാകും. ഈ 2 കാരണങ്ങളല്ലാതെ ഇപ്പോഴുന്നയിക്കപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമി പ്രശ്നം, അത് CPI-എം ഇത്രയും വളരെ ഗൗരവത്തോടു കൂടി
മുമ്പ് ഉന്നയിച്ചിട്ടുണ്ട്, ഇനിയും ഉന്നയിക്കുകയും ചെയ്യും. പക്ഷെ അത് ഉന്നയിക്കുന്നത് അതിലെ ഒരു പ്രശ്നം എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഉള്ള ധാരണ എല്ലാവർക്കും കൃത്യമായ ധാരണകളുണ്ട്. കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്കൊക്കെ ധാരണയുണ്ട്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എതിർക്കപ്പെടുന്നത് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് എന്നതാണ് എൻ്റെ പച്ചയായ കാര്യം. ഈ കാര്യം തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് UDF സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അവരുടെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടാണ് സതീശൻ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ആ ഒരു പ്രശ്നം ഈ നേരത്തെ പറഞ്ഞ വിഭാഗങ്ങളുടെ വോട്ട്, അതായത് ക്രിസ്ത്യൻ ഹിന്ദു വോട്ട്, അതായിരുന്നു വാസ്തവത്തിൽ ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വരെ CPM ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഈ രണ്ട് വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടാണ്. കൃത്യമായി പറഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ അങ്ങനെ കിട്ടില്ല എന്നുള്ള ഏതാണ്ട് ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ നേരത്തെ ബഷീർ പറഞ്ഞ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രചരണം ഉണ്ടാകുന്നു. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള CPMൻ്റെ ഈ നിലപാട് അത് ഏതെങ്കിലും തത്വാധിഷ്ഠിതമായ നിലപാടൊന്നുമല്ല. ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ എടുക്കുന്ന നിലപാടുണ്ടല്ലോ. ഇപ്പോൾ അത് മുജാഹിദുകളായാലും സുന്നികളായാലും അവരുടെ നിലപാട് എന്ന് പറഞ്ഞാൽ ആദർശാധിഷ്ഠിതമായിട്ടാണ്. അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ CPMൻ്റെ നിലപാട് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ്. അതായത് പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് അവർ യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ CPM എടുക്കുന്ന നിലപാട് കൃത്യമായി രാഷ്ട്രീയപരമാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ നേരിടാൻ UDF ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനുണ്ടാവുന്ന CPM പ്രതീക്ഷിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ ജോയിക്ക് കിട്ടേണ്ട ഒരു സീറ്റ് അത് ആര്യാടൻ ഷൗക്കത്ത് തട്ടിയെടുക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ മുനമ്പം വിഷയം ഒരുപാടുള്ള ഇമോഷണൽ ഇഷ്യൂസാണത്. ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും അതൊരു യാഥാർത്ഥ്യത്തിൽ പരിശോധിക്കുമ്പോൾ അത് ഡിസെക്ട് ചെയ്ത് നോക്കുമ്പോൾ അതിൽ മെറിറ്റ് ഇല്ലാത്ത വിഷയങ്ങളാണ്. ആര്യാടന് സീറ്റ് കൊടുക്കണോ ജോയിക്ക് സീറ്റ് കൊടുക്കണോ തീരുമാനിക്കുന്നത് കോൺഗ്രസ് UDF ആണ്. ഇതിലൊന്നും ഒരു മെറിറ്റില്ല. പക്ഷേ ഇതൊരു ഇമോഷണൽ ഇഷ്യൂ ആണ്. അതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇനിയിപ്പം പ്രചണ്ഡമായ പ്രചാരണം ഇനിയിപ്പോൾ SDP പറയാൻ പറ്റില്ല. കാരണം SDP സ്വന്തമായി സ്ഥാനാർത്ഥി നിർത്തിക്കഴിഞ്ഞു. അപ്പോൾ ജമാഅത്ത് മുസ്ലിം ലീഗ്, ഇപ്പോൾ ജമാഅത്ത് മുസ്ലിം ലീഗിൻ്റെ ഐഡിയോളജിക്കലായ ബൗദ്ധികമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് ഇന്ന് സ്വരാജ് പറഞ്ഞത്. അപ്പം ജമാഅത്തെ ഇസ്ലാമിയെ പൈശാചികവൽക്കരിച്ചുകൊണ്ട് ഉണ്ടാവുന്ന, അപ്പം നമുക്കൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ അഭിപ്രായ വ്യത്യാസമുള്ള സംഭവമാണ്. ആ അഭിപ്രായ വ്യത്യാസം ഫണ്ടമെൻ്റലായ അഭിപ്രായ വ്യത്യാസമാണ്, അവരുടെ ആദർശത്തോട് ഉള്ള അഭിപ്രായ വ്യത്യാസമാണ്. അപ്പോൾ പക്ഷേ CPM ലീഗ് പണ്ട് ഇവർ തീവ്രവാദികളാണെന്ന് പറഞ്ഞത് ഏറ്റവും ഒരുപക്ഷെ CPMകാർ പറയുന്നതിനേക്കാൾ ശക്തമായി പറഞ്ഞത് ഷാജിയോ മുനീറോ CP സൈനതൊക്കെയാണ്. അപ്പോൾ രണ്ട് രീതിയിലുള്ള നിലപാടുകളാണ് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകും. ഒന്ന് മുസ്ലിം മതസംഘടന എടുക്കുന്ന നിലപാട് അത് അന്നും ഇന്നും ഒരുപോലെയാണ്. പക്ഷേ CPM ലീഗ് അടക്കമുള്ള ആളുകൾ അതിനെ ഒരു രാഷ്ട്രീയമായ ആയുധമായിട്ട് മാത്രം കാണുന്നു. പക്ഷേ UDF സംഭവിച്ച ഒരു പിഴവ് എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിയെ ഇവിടെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുന്നത് എപ്പോളജറ്റിക് ആവുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ പണ്ട് മതരാഷ്ട്രവാദികളായിരുന്നു, അപ്പോൾ ഇപ്പോഴും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. PDP പണ്ട് തീവ്രവാദികളായിരുന്നു. അപ്പോൾ CPMനുണ്ടാകുന്ന ഒരു എഡ്ജ് എന്ന് പറയുമ്പോൾ ഇത് ആരും PDPയുടെ കാര്യത്തിൽ ആരും ഉന്നയിക്കുന്നില്ല. PDPയുടെ കാര്യത്തിൽ മദനിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ജയരാജൻ്റെ പുസ്തകത്തിൽ എന്താണ് മദനിയെക്കുറിച്ച് പറയുന്നത്? അങ്ങനെയുള്ള മദനിയെ എങ്ങനെയാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷിയാക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കാൻ UDF സാധിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പം ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ വോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് CPM നടത്തുന്ന ഈ ജമാഅത്ത് ബാഷിംഗ് അതിനെ കൃത്യമായി നേരിടുന്നതിൽ UDF സാധിക്കുന്നില്ല. കാരണം UDF തന്നെ ഇതെന്തോ മോശപ്പെട്ട കാര്യമാണ്, പക്ഷേ തൽക്കാലത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞങ്ങളതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൃത്യമായി ഞങ്ങൾ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങുന്നുണ്ട്, വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നുണ്ട്, അതിന് അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നതിന് പകരം ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. പക്ഷെ അത് വന്നതിപ്പോൾ തൽക്കാലത്തിന് അഡ്ജസ്റ്റ്മെൻ്റാണ്. അത് നമ്മുടെ UDF എടുക്കുകയൊന്നുമില്ല. അതായത് UDF എടുക്കാൻ പാടില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി എന്ന് ധാരണയുണ്ടാകുന്നു. അപ്പോൾ അതൊക്കെ ഈ ധാരണകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നേരത്തെ പറഞ്ഞ വിഭാഗങ്ങളെ, പ്രത്യേകിച്ചിട്ട് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ
മുസ്ലിം വിരുദ്ധത ചൂഷണം ചെയ്യാൻ വേണ്ടി, മാത്രമല്ല ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ ഈ 2 വോട്ടുകളിൽ ഉണ്ടാവുന്ന ഒരു പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ആണ് തങ്ങളുടെ ഇതിപ്പം നിലമ്പൂർ മാത്രമല്ല, ഇനിയിപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ജയം കാരണം മുസ്ലിം വർഗീയവാദികളുടെ വോട്ടാണ്. എത്ര വോട്ട്? 4 ലക്ഷം വോട്ട്, 4 ലക്ഷം തീവ്രവാദികൾ കേരളത്തിലുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് അത് കുറേക്കാരെ പറയുന്നതാണ്. കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് ഉണ്ടായ അനുഭവങ്ങൾ, അതായത് നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞ് ലോക്സഭാ ഇലക്ഷൻ വന്ന സമയത്ത് ഉണ്ടായ CPM-ന്റെ തിരിച്ചടി അവരുടെ മുസ്ലിം പ്രീണനം മൂലമാണ്, അതേപോലെ തന്നെ അവരുടെ അണികൾ ധാരാളമായി BJP-യിലേക്ക് ഒഴുകുന്നു എന്നൊക്കെയുള്ളൊരു തിരിച്ചറിവ് കൊണ്ടുണ്ടാവുന്ന ഒരു സംഭവമാണ്. അത് അന്ന് മുതൽ നമുക്ക് EMS-ന്റെ ഒക്കെ ഒരു കുറവ് ഇപ്പോഴാണ് മനസ്സിലാവുക. അത്തരമൊരു ചേഞ്ച് വരണമെങ്കിൽ അതിനൊരു താത്വിക അവലോകനം ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്ന ഒരു രീതിയൊക്കെ പോയി പച്ചയിൽ പറയുന്ന ഒരു രീതിയിലായിരുന്നു പിന്നീട്. അത് നിലമ്പൂരിലേക്ക് കടക്കുമ്പോൾ തന്നെ അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ തൊട്ട് മുമ്പാണല്ലോ ഈ അൻവർ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പാണ്, ഇലക്ഷന് തൊട്ട് മുമ്പാണ് പറഞ്ഞിട്ട് പോകുന്നത്. പക്ഷെ അതിനെ തള്ളിപ്പറഞ്ഞില്ല CPM. പിണറായി വിജയൻ ഏതാണ്ട് അതിനെ ഇങ്ങനെ പിണറായി മീൻസ് വെള്ളാപ്പള്ളിയെ തള്ളി പറയാതെ മുന്നോട്ട് പോയി. അതും വളരെ സ്ട്രാറ്റജിക്കലാണ്. വെള്ളാപ്പള്ളി എത്ര വോട്ടുണ്ട് അവിടെ മണ്ഡലത്തിൽ വളരെ പ്രധാനമാണ്. കാരണം ഇഴവ കമ്മ്യൂണിറ്റി അത്യാവശ്യം അതായത് 2016 BDJS മത്സരിച്ചപ്പോ അവിടെ ഏതാണ്ട് 12,000 ചില്ലാന വോട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ തവണ BJP-ക്ക് 8,000 ചില്ലാനേ ഉള്ളൂ. അതായത് ഇത് ഒരു നിലമ്പൂർ ഏരിയ എന്ന് പറയുന്നത് ഒരു വലിയ തോതിൽ മറ്റേ കുടിയേറ്റ മേഖലയാണ്. കുടിയേറ്റ മേഖലയുടെ അവിടെ നിന്ന് കുടിയേറിയതിനകത്ത് എല്ലാവരും ഉണ്ട്. ഹിന്ദു, മുസ്ലിം, മുസ്ലിങ്ങളില്ല, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണ്ട്. ഹിന്ദുക്കളിൽ എല്ലാ വിഭാഗവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടിയ NSS യൂണിറ്റുകളുള്ളത്, SNDP യൂണിറ്റുകളുള്ളത് അതിലൊന്ന് ഇവിടെയാണ്, നിലമ്പൂരാണ്. SNDP-ക്കൊക്കെ വളരെ സ്ട്രോങ് ഹോൾഡായ സ്ഥലങ്ങളുണ്ട് അവിടെ. NSS-നുണ്ട്, NSS-ന് സ്കൂളുകളുണ്ട് അവിടെ, പിന്നെ ഹോസ്പിറ്റലുണ്ട്. അങ്ങനെ അത്തരം ഒരു സാമുദായിക സ്വഭാവം കൂടി മലപ്പുറം ജില്ലയുടെ മറ്റു ഭാഗങ്ങൾക്ക് ഇല്ലാത്തൊരു സ്വഭാവം കൂടി നിലമ്പൂരിനുണ്ട്. ബഷീർ, ഈ പ്രശാന്ത് സൂചിപ്പിച്ച ഈ ജമാഅത്ത് ഇസ്ലാമി ഇഷ്യൂ, ഈ വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിക്കുന്നു. പിറ്റേ ദിവസം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മീഡിയാസിനോട് പറയുന്നത്, ഞങ്ങൾ അവരുമായി ചർച്ച നടത്തിയിട്ടില്ല, അവർ പിന്തുണ പ്രഖ്യാപിച്ചതാണ് എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. അതിലൊരു മെസ്സേജ് ഉണ്ട്, അതായത് ഞങ്ങൾക്ക് അവരുമായിട്ട് ബന്ധമില്ല, അവർ സ്വമേധയാ പിന്തുണ പ്രഖ്യാപിച്ചതാണ്, ആരെങ്കിലും പിന്തുണ പ്രഖ്യാപിച്ചാൽ വേണ്ട എന്ന് ഞങ്ങൾ പറയുന്നില്ല, ഇത്രയേ ഉള്ളൂ. അതേസമയം പ്രതിപക്ഷ നേതാവ് വന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പഴയ നിലപാടൊക്കെ മാറി എന്ന് പറയുമ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അവിടെ മാത്രമല്ല അതിൻ്റെ ആഘാതം ഉണ്ടാകുക എന്നുള്ള ബോധ്യം പ്രതിപക്ഷ നേതാവിന് ഇല്ലാതെ പോകുന്നതുകൊണ്ടാണോ? ഇത് CPM ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ട്രാപ്പിലേക്ക് വളരെ ഈസിയാണ്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി എല്ലാ കാലത്തും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള ചർച്ച ലാർജർ ദാൻ ലൈഫിലേക്ക് വരാറുണ്ട്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി 0.5% വോട്ടിനെ പോലും സ്വാധീനിക്കാൻ, കേരളത്തിൽ 0.5% വോട്ടിനെ പോലും സ്വാധീനിക്കാൻ കെൽപ്പില്ലാത്ത ഒരു സംഘടനയാണ്. അതിനങ്ങനെ പാർട്ടി മത്സരിച്ച സീറ്റുകളിലെ വോട്ടിന്റെ കണക്കെടുത്തിരുന്നു. മത്സരിച്ചത് ഈ പറഞ്ഞ 0.5% എത്തില്ല. അത്രക്ക് ഒരു നെഗ്ലിജിബിൾ ആയ ഒരു വോട്ട് ഷെയർ മാത്രമേ അവർക്കുള്ളൂ. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് അതിന്റെ ഡിബേറ്റിന്റെ ഏറ്റവും ടോപ്പിൽ ആ സബ്ജക്റ്റ് കയറി നിൽക്കുക, ബോധപൂർവം ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇതിൽ ഇപ്പോൾ PDP അപ്പുറത്തില്ലേ എന്ന ചോദ്യം നിലനിൽക്കില്ല. എന്തുകൊണ്ടെന്നാൽ PDP പോലെ അല്ല ജമാഅത്തെ ഇസ്ലാമി. എന്തെല്ലാം പറഞ്ഞാലും ഇപ്പോൾ VD സതീശനല്ല, കുഞ്ഞാലിക്കുട്ടി തന്നെ ഇവർ പിന്നെ മതരാഷ്ട്രവാദികളല്ലാതായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാലും അവർക്കങ്ങനെ മാറാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടുണ്ട് എന്ന് അങ്ങനെ അത് നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ഒരു വാദം നിലനിൽക്കില്ല. കാരണം മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചാൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമി ഇല്ല. അത്ര ഒരു ചർച്ചയ്ക്കെതിരെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമി മൗദൂദിസം ഉപേക്ഷിച്ചോ അതിന് മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചോ എന്നതിൽ എന്ത് റെലവൻസ് ആണുള്ളത്? എന്തിനാണ് സതീശ് പോയിട്ട് അത് പറയാൻ നിൽക്കുന്നത് എന്നാണ് ചോദ്യം. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം എന്താണ്? ജമാഅത്തെ ഇസ്ലാം ഇത്രയും കാലം ഉപയോഗിച്ച ആദർശം എന്താണ്? അതിൽ നിന്ന് അവർ മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് വേറൊരു ചർച്ച ചെയ്യേണ്ടതാണ്. അതിற்கு തിരഞ്ഞെടുപ്പുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാകുന്ന ചർച്ചയാണ്. ആ ചർച്ചയെ ഇത് അറിയാതെയാണെങ്കിലും ഈ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രമാണ് ഉപേക്ഷിച്ചോ ഇല്ലയോ, അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ചർച്ചയാണ്. അതിലേക്ക് അതിനെ കൊണ്ടുവരുന്നത് ബോധപൂർവ്വം. അത് മാത്രമല്ല പ്രശാന്ത്, അതായത് ഈ ജമാഅത്തെ ഇസ്ലാമി പ്രശ്നം അതിൻ്റെ ഏറ്റവും മുന്നിലേക്ക് വന്നതോടുകൂടി സംഭവിക്കുന്നത്, ഒന്ന്
ജമാഅത്തിൻ്റെ ഇപ്പോൾ മുസ്ലിം സമൂഹത്തെ പൊതുവായി നോക്കിക്കാണുന്ന ആളുകളായിരിക്കും മറ്റ് പ്രത്യേകിച്ചും തെക്കൊക്കെ ഉണ്ടാവുക. നമുക്ക് മലബാറിൽ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന് അകത്ത് നിന്ന് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിയും സുന്നിയും ഇവരൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാവുക. സുന്നി സമൂഹത്തിൽ പിന്നെ LDFനെ പരമ്പരാഗതമായി പിന്തുണക്കുന്ന കാന്തപുരം വിഭാഗം സുന്നികൾ ഈ ഈ ഈ വിവാദത്തിൽ സന്തുഷ്ടരാണ്. അവർ ജമാഅത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. സമസ്തയിൽ മുസ്ലിം ലീഗിനോടൊപ്പം പരമ്പരാഗതമായി നിന്നുകൊണ്ടിരുന്ന സമസ്തയിൽ ഏതാണ്ട് ഒരു സ്പ്ലിറ്റ് ഉണ്ടായിക്കഴിഞ്ഞു. ജമാഅത്തിനെ ചൊല്ലിയാണ് ആ സ്പ്ലിറ്റ്, ജമാഅത്തിനോട് എടുക്കേണ്ട സമീപനത്തെ ചൊല്ലിയാണ്. അതുകൊണ്ടാണ് ഇത് അടുത്ത തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമായി ജമാഅത്തെ ഇസ്ലാം. അത് സതീശൻ ഉദ്ദേശിച്ച് ചെയ്തതാണോ, ഒരു ട്രാപ്പിലേക്ക് പോയി വീണതാണോ എന്നറിയില്ല. പക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിലുള്ള സബ്ജക്റ്റ് ഇവരിട്ട് കഴിഞ്ഞു. അല്ല, അതല്ല സബ്ജക്റ്റ് ഇടാന്ന് മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിനപ്പുറം ഇതിലെടുത്ത നിലപാട്, അതായത് ജമാഅത്തെ ഇസ്ലാമി മുൻകാല നിലപാടിൽ നിന്ന് മാറിയിരിക്കുന്നു എന്ന സതീശൻ്റെ പ്രസ്താവന തെക്കൻ ജില്ലകളിലൊക്കെ ഏറെ തരത്തിൽ വ്യാഖ്യാനിക്കാനും കോൺഗ്രസിനെ ഹിറ്റ് ചെയ്യാനും സാധ്യതയുള്ളതല്ലേ? ഇത് മനസ്സിലാക്കുക എന്നുള്ളതൊരു പ്രാഥമിക രാഷ്ട്രീയ പാഠമല്ലേ? അതില്ലാതെ പോകുന്നു എന്നുള്ളതല്ലേ? 2009 തെരഞ്ഞെടുപ്പിൽ ഈ പൊന്നാനിയിൽ വെച്ച് അബ്ദുൽ നാസർ മദനിയോടൊപ്പം പിണറായി വിജയൻ വേദി പങ്കിട്ടൊരു പ്രസംഗം, ആകാശം ഇടിഞ്ഞു വീണാലും താങ്ങി നിർത്തുന്ന നേതാവ് എന്ന് മദനി റെസ്പോണ്ട് ചെയ്ത ഓർമ്മയില്ലേ? അതുപോലെയുള്ള ഒരു നടപടിയാണിത് എന്നാണ് UDFൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു നടപടിയാണിത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അനാവശ്യമായി പ്രത്യേകിച്ച് അത് തെക്കിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ടാണ്. തെക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ലീഗും കോൺഗ്രസും എല്ലാം ജമാഅത്തെ ഇസ്ലാമിയും ചേർന്നുള്ള ഒരു പ്രോ മുസ്ലിം മുന്നണിയാണിത് എന്ന പ്രചാരണം നടത്താൻ CPM-ന് അത് അവസരം കൊടുക്കും. ഈ തെക്കൻ ഭാഗത്തുള്ള പൊതുജനങ്ങൾക്ക് ഇവിടെയുള്ള സുന്നി മുജാഹിദ് ജമാഅത്ത് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അവരുടെ ഒറ്റ സങ്കല്പത്തിൽ മുസ്ലിം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഈ വെൽഫെയർ പാർട്ടി UDFനെ പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ തെക്ക് നിന്ന് വന്ന ഒരു LDF നേതാവ്, വളരെ പ്രമുഖനായ LDF നേതാവ് പറഞ്ഞു, അയ്യോ അങ്ങനെയാണെങ്കിൽ നമുക്കല്ലേ കിട്ടേണ്ടത്, കാരണം ഈ ഗവൺമെൻറ് ഇന്നും മാത്രം വെൽഫെയർ ചെയ്യുന്നുണ്ടെന്നാണ്. ഇത്തരം ഗ്രാഹ്യമാണ് മിക്കപ്പോഴും ഈ മുസ്ലിങ്ങളുടെ അവാന്തര വിഭാഗങ്ങൾ തമ്മിൽ അവിടെയുള്ള തെക്കൻ മൊത്തത്തിലുള്ള ഒരു ചിന്താഗതി അതാണ്. അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതേപോലെ ഇപ്പം ബഷീർ പറഞ്ഞ പോലെ അത് വലിയ കേടുവരുത്തും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇനിയിപ്പോൾ സ്വരാജ് തോറ്റാൽ പോലും LDFന് ഈ ഒരു സാധനം തോറ്റാൽ രാഷ്ട്രീയ കാരണമായി പറയാനുള്ള, അതെ അതെ, LDF തോറ്റാൽ തന്നെ പറയാനുള്ള കാരണം സെറ്റായി. ഇപ്പൊ ഈ ഇലക്ഷൻ മാത്രമല്ലോ, ഈ നമ്മുടെ പാർലമെന്റ് ഇലക്ഷനിൽ തോറ്റപ്പോൾ അത് തന്നെ ആദ്യം വന്ന പ്രതികരണമാണ്. അതായത് ഇപ്പോൾ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ എത്ര വോട്ടുണ്ട് എന്ന് കൃത്യമായി അറിയുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞത് അത് ജമാഅത്തിൻ്റെയും SDP-യുടെയും പിന്തുണ കൊണ്ടാണ്. അപ്പോൾ ജമാഅത്തിന് എത്ര വോട്ടുണ്ട്? അപ്പോൾ അത് ഒരു ബേസിക് കാൽക്കുലേഷൻ ഉണ്ടാവില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇത്ര വോട്ടുണ്ട്, SDP-ക്ക് ഇത്ര വോട്ടുണ്ട്, UDFൻ്റെ ഭൂരിപക്ഷം എത്രയാണ്. അതങ്ങനെ ഒന്നും ഒരു റാഷണൽ തിങ്കിങ് ഇല്ലാതെ ഇത് കൃത്യമായിട്ട് ഇത് വളരെ അപകടകരമായ സംഭവം. അപ്പോൾ നിങ്ങൾ പറയുന്ന രീതിയിൽ ഒന്ന് നോക്കുക. ഒരു മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ എന്തോ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ജമാഅത്തെ ഇസ്ലാമിയോ PDP എന്തോ ആയിക്കോട്ടെ, ഒരു മുസ്ലിം രാഷ്ട്രീയ കക്ഷിക്ക് തങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ മുന്നണിക്ക് പിന്തുണ കൊടുക്കാൻ പറ്റില്ല. അത് എന്തുമാത്രം ഒരു തെറ്റായ സന്ദേശമായിരിക്കും. അങ്ങനെ വാങ്ങുന്ന മുന്നണി ഞങ്ങൾ വളരെയേറെ എപ്പോളജറ്റിക് ആയിട്ട് ഞങ്ങൾക്ക് അതുമായിട്ട് ബന്ധമില്ല. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതല്ലോ, ഞങ്ങൾക്ക് അവരുമായിട്ട് ബന്ധമില്ല, പക്ഷെ അവർ വോട്ട് തന്നാൽ വാങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ പറയുന്ന ഇത്രയും മാത്രം പുരോഗമിച്ച അല്ലെങ്കിൽ ഇത്രയും മാത്രം രാഷ്ട്രീയ ബോധമുള്ള ഒരു സമൂഹത്തിൽ ഒരു മുസ്ലിം സംഘടനക്ക് അവരുടെ പിന്തുണ അതെന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ ജമാഅത്തെ ഇസ്ലാമി ആയിക്കോട്ടെ, ഇപ്പോൾ SDP ആയിക്കോട്ടെ, അല്ലെങ്കിൽ PDP ആയിക്കോട്ടെ, അത് ഇതുപോലെ ഏതെങ്കിലും സംഘടനകളായിക്കോട്ടെ, അവർക്ക് അവരുടെ പിന്തുണ ഒരാൾക്ക് കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ വാങ്ങുന്ന ആൾ പറയുന്നത് അത് തന്നതൊക്കെ കുഴപ്പമില്ല, പക്ഷേ ഇനി അധികം സംസാരിക്കരുത്. ഇതൊരു രീതിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഇന്ത്യയിലെ ഈ മൈനോറിറ്റി വോട്ട് എന്ന് പറയുന്നത് അപ്രസക്തമായി കഴിഞ്ഞു. നേരത്തെ മൈനോറിറ്റി വോട്ട് നിർണായകമായ മണ്ഡലങ്ങൾ എന്നൊക്കെയുള്ള കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇത്ര 25 മണ്ഡലങ്ങൾ അല്ലെങ്കിൽ 50 മണ്ഡലങ്ങൾ അങ്ങനെയൊന്നുമില്ല. മൈനോറിറ്റി വോട്ട് റിസൾട്ടിനെ സ്വാധീനിക്കുന്ന ഒന്നല്ല എന്ന ഒരു ഇതിലേക്ക് നാഷണൽ പൊളിറ്റിക്സ് മാറിക്കഴിഞ്ഞു. ഏതാണ്ട് ആ ഒരു വഴിയിലേക്ക് മൈനോറിറ്റി വോട്ട് എന്ന് പറയുന്നത്, മുസ്ലിം വോട്ട് എന്ന് പറയുന്നത് റിസൾട്ടിനെ എങ്ങനെ ബാധിക്കരുത് അല്ലെങ്കിൽ ബാധിക്കില്ല
എന്ന് വരുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന രാഷ്ട്രീയ പ്രചാരണത്തിലേക്കാണ് ഇത് അതാണ് കലാശിക്കുന്നത്. CPM അടുത്ത തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് എല്ലാത്തരം വികസന പ്രശ്നങ്ങളും എല്ലാത്തരം ഗ്രൗണ്ടിൽ നിന്നുള്ള എല്ലാത്തരം സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങളും മുഴുവനും മാറ്റി നിർത്തപ്പെടുകയും വളരെ വലിയ തോതിൽ പോളറൈസ്ഡ് ആയ ഒരു ക്യാമ്പയിനിലേക്ക് പോവുകയും ഞാൻ ചെയ്യാൻ അതിലേക്കാണ് ഞാൻ ലാസ്റ്റ് വരുന്നത്. വെച്ചാൽ ഇതൊക്കെ നമ്മൾ വളരെ ലൗഡായിട്ട് കേൾക്കുന്ന സാധനങ്ങൾ. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അവരുടെ പങ്ക്, അതിൽ UDF-ന്റെ ബന്ധമുണ്ടോ ഇല്ലയോ, ഇത് അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അൻവർ ഉണ്ടാക്കുന്ന സൗണ്ട്, ഇതൊക്കെ നമ്മൾ വളരെ ലൗഡായിട്ട് കേൾക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഇവിടെ ഗ്രൗണ്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. എന്തൊക്കെയാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ലൈഫ് മിഷൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ലൈഫ് മിഷൻ കുറേ വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ കിട്ടാത്ത ആളുകൾ അവിടെ ഉണ്ട്. അതുപോലെ മാൻ അനിമൽ കോൺഫ്ലിക്റ്റിന് ഇരയാവുന്ന മനുഷ്യരവിടെയുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ട്. അതിൽ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യണം, സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യണം എന്നുള്ള പ്രശ്നമുണ്ട്. ഇങ്ങനെ ഒരുപാട് മനുഷ്യ ജീവിതത്തെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. മുൻകാലത്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ ഇതേപോലെ ലൗഡായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഈ ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ വിധി നിർണ്ണയിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 2001 നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ LDF ഒരു വലിയ ക്യാമ്പയിൻ മുന്നോട്ട് വെച്ച് വലിയ ജാഥകൾ നടത്തി ഭയങ്കര ലൗഡായിട്ടുള്ള അസംബ്ലി നേരത്തെ പിരിച്ചുവിട്ട് ഇലക്ഷൻ അതൊക്കെ നടന്നൊരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ജനത്തിന് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനോട് അവർ റിയാക്ട് ചെയ്തു. ഇത്തരം ഒരു ഓർഗാനിക് രീതിയിലുള്ള തീരുമാനമെടുക്കലിൽ നിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞു എന്നാണോ? അതിൻ്റെ സൂചന ഉണ്ടോ? അങ്ങനെ തിരഞ്ഞെടുപ്പിൽ അങ്ങനെ ഓർഗാനിക്കായിട്ട് എന്തെങ്കിലും സംഭവിക്കാറില്ല. ഡെലിബറേറ്റ് ആണ് എല്ലാ സംഭവം. നമ്മൾ പറയുന്ന ഈ എന്താ പറയുക, സ്വയമേ ഉണ്ടാവുന്ന വികാരം, ആ വികാരത്തിൻ്റെ പ്രതിഫലനമായിട്ട് തിരഞ്ഞെടുപ്പുകൾ മുമ്പുണ്ടായിരുന്നു. ഇപ്പോഴെല്ലാം ഓർക്കസ്ട്രേറ്റഡ് ആണ്. അതായത് കൃത്യമായി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം കേന്ദ്രത്തിലെ BJP-യുടെ തുടർഭരണം എങ്ങനെയാണോ അവിടെ മാനിപ്പുലേറ്റ് അത് കൃത്യമായിട്ട് ഇത് ഓർഗാനിക്കായിട്ട് അവിടെ സംഘപരിവാർ വിരുദ്ധ വികാരം എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷേ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അപ്പോൾ ഈ സംഘപരിവാർ വിരുദ്ധ വികാരം എവിടെ പോയി എന്ന് ചോദിക്കാവുന്നതാണ് നമുക്ക്. അപ്പോൾ എന്താ പറയുക, നത്തിങ് ഈസ് ഓർഗാനിക് എന്ന് പറയേണ്ടി വരും. കാരണം ഇതെല്ലാം മാനിപ്പുലേറ്റഡ് ആണ്. ഓർഗാനിക് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ എന്താണ് സ്പോണ്ടേനിയസ് എന്ന് പറയുന്ന ഒരു വോട്ടിംഗ് രീതി ജനങ്ങൾ അവരുടെ ജനാധിപത്യ അവകാശം ഭരണകൂടത്തിനെതിരെ പ്രകടിപ്പിക്കുന്നു എന്നതൊക്കെ ഒരു കാൽപ്പനികതയായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. ഇന്ന് നമ്മൾ ഈ എല്ലാ സോഷ്യൽ മീഡിയയും അടക്കമുള്ള ആളുകൾ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ ഒന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത രീതിയിൽ പട്ടിണിയെക്കുറിച്ച് ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണ്ട് അല്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു വലിയ മുദ്രാവാക്യം അതിൽ പട്ടിണി മാറ്റുക എന്നുള്ളത്, തൊഴിൽ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ എത്രമാത്രം ഇപ്പോഴും പറയുന്നുണ്ട്. അല്ലെങ്കിൽ സോഷ്യലിസം, നമ്മുടെ ഇന്ദിരാഗാന്ധിയൊക്കെ പ്രോമിസ് ചെയ്യുന്ന സോഷ്യലിസമാണ്. അപ്പോൾ ആ രീതിയിലുള്ള തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലൊക്കെ കഴിഞ്ഞു. ഇത് വളരെ കൃത്യമായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങനെ ജനങ്ങളുടെ വികാരം ഉണ്ടാവണമെങ്കിൽ നിലമ്പൂർ ഒരു സമരം നടക്കുന്നുണ്ട്, ആദിവാസികളുടെ സമരം. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അവിടെ ഏതാണ്ടൊരു 200ഓളം ആദിവാസി ഫാമിലി കുടുംബങ്ങൾ സമരം ചെയ്തു ഭൂമിക്ക് വേണ്ടിയിട്ട്. 10 വർഷമായിട്ട് അവർക്ക് പ്രോമിസ് ചെയ്തു നാളത്തേലും അടുത്ത മാസം തരുന്നുണ്ട്. അവർ ഇപ്പോൾ ഇവിടെ കലക്ടറേറ്റിന് മുമ്പിൽ സമരം ചെയ്യുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അത് ഭാഗമായിട്ടില്ല. അത് നിലമ്പൂർ മണ്ഡലത്തിലുള്ളവരാണ്. നിലമ്പൂർ മണ്ഡലത്തിലെ പല ആദിവാസി കോളനികളിൽ നിന്ന് വന്നവരാണ് അവിടെ സമരം ചെയ്യുന്നത്. ഏതെങ്കിലും സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അത് ശരിയായ പ്രശ്നമല്ല. ലൈവ് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഓർഗാനിക്കായ പ്രശ്നമാണത്. പക്ഷെ അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതിനെ അങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ പറയുന്നുള്ള ഒരു സ്പോണ്ടേനിയസ് എക്സ്പ്രഷൻ അല്ല നടക്കുന്നത്. ഇത് വളരെ കൃത്യമായിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അതിൽ മീഡിയ മാനിപ്പുലേഷൻ, സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്, അതിലൂടെയൊക്കെയുള്ള വരുന്ന ചർച്ചകൾ സ്വാധീനിക്കപ്പെടുന്നിട്ടാണ് അവസാനത്തെ വോട്ടിംഗ്.
അവിടെ പോയി ചെയ്യുന്ന വോട്ട് സ്വാധീനിക്കപ്പെടുക. അതാണ് കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങളായി ഇന്ത്യയിലെല്ലാ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും കണ്ടുവരുന്ന ഒരു പൊതു പ്രവണത എന്നുള്ളത്. ഇതിനാൽ അവസാനത്തെ ഒരു 10 ദിവസം എന്താണോ ചർച്ച ചെയ്യപ്പെടുന്നത് അതിനാൽ സ്വാധീനിക്കപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പം വന്യജീവി ആക്രമണം, NH-ന്റെ തകർച്ച വലിയ വിഷയമാണ്. അത് വലിയ വിഷയമാണ്. കാരണം ഇത് പണി തുടങ്ങിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഇടി വീഴുന്നു. അപ്പം അത് ഇവിടെ ചർച്ചയാവുന്നില്ല. അത് മലപ്പുറം ജില്ലയിലാണ്, കൂരിയോടാണ് നടക്കുന്നത്. അതല്ല ചർച്ച. അപ്പം അവിടെ ജമാഅത്തെ ഇസ്ലാമിയാണ് ചർച്ച ചെയ്തിട്ട്. ഇതിനകത്ത് ഇതേപോലെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാധനമാണ് ഈ മീഡിയ കാണിക്കുന്ന സംഭവം. അതായത് മീഡിയ ഇപ്പം കൃത്യമായിട്ട് ഇതിപ്പോൾ പറഞ്ഞ പോലെ ഓർക്കസ്ട്രേറ്റഡ് ആണെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകുന്നു. ഇപ്പോൾ ഈ കേരളത്തിൽ നിന്നുള്ള ഏതാണ്ട് എല്ലാ മീഡിയ പ്രവർത്തകരും അവിടെയുണ്ട്. തട്ടി നടക്കാൻ പറ്റാത്തതാണ് ഇതേ ഈ ഇഷ്യൂ. അതായത് ആദിവാസികളുടെ സമരം, പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചുള്ള ഭയങ്കരമായ സംഭവങ്ങൾ നടക്കുമ്പോൾ പോലും അവിടെ നക്സലേറ്റുകൾ നിലമ്പൂരാണ് വെടിവെച്ച് പോകുന്നത്. അതിനെക്കുറിച്ചൊരു പരാമർശം പോലും ഇല്ല. പോലീസ് അതിക്രമങ്ങളുടെ സംഭവങ്ങളുടെ ലിസ്റ്റിൽ പോലും ആ ഒരു രീതിയില്ല. അത്തരമൊരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നില്ല. ഇവർ പറയണത് എന്താണോ, നേതാക്കന്മാർ പറയണത് എന്താണോ അത് കൊടുക്കുക, അതിൻ്റെ പിന്നാലെ പോവുക. മിക്കവാറും അടുത്ത ഇലക്ഷനൊക്കെ ആകുമ്പോഴേക്കും ഇപ്പം നമ്മൾ തോക്ക് സ്വാമി, ബീഫ് സ്വാമി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പറയുന്ന കക്ഷികളുടെ ഒക്കെ സീരിയസ് ആയ രാഷ്ട്രീയ കക്ഷികളായിട്ട് അവർ മാറാനുള്ള സാധ്യത. ഏറ്റവും തമാശയായിട്ട് അങ്ങനെ പറയുന്നത്, അതിൻ്റെ ഒരു പാരഡോക്സ് എന്ന് പറയുന്നത്, CPM കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഛത്തീസ്ഗഡിൽ 26 പേരെ അവരുടെ ജനറൽ സെക്രട്ടറി അടക്കമാണ് വെടിവെച്ച് വന്നു. അതിന് വലിയ പ്രസ്താവന ഇറക്കി. അത് ഭയങ്കര ഭരണകൂട ഭീകരതയാണ്. പക്ഷെ കേരളത്തിൽ 9 പേരെയാണ് വെടിവെച്ച് വന്നത്. അതാരും ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ നയം വേറെ, ഇവിടുത്തെ പോലീസ് നയം വേറെ. അതാണ് അൻവർ ചോദിച്ച ചോദ്യം, ഈ ആരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ള ചോദ്യം. ഇത് അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 2 പേരെ വെടിവെച്ച് നിലമ്പൂർ കേരളയിലാണ്. അപ്പൊ ആ ഒരു ചോദ്യം പോലും റെഫറൻസ് ഇല്ല ഈ ഇലക്ഷനിലൊന്നും. അതില്ല. 2016 അത്. അതായത് ഈ പിണറായി ഭരണകാലത്താണല്ലോ. വർഗീസിന്റെ മരണത്തിന് ശേഷം 42 വർഷത്തിന് ശേഷം കേരളത്തിന്റെ വനത്തിൽ വെടിപൊട്ടുന്നത് 9 പേരായി ഈ ഭരണകാലത്ത്, ഈ 2 ഭരണകാലത്ത്. കേരളയിലും അട്ടപ്പാടിയിലും ഒക്കെ ആയിട്ട്. മഞ്ചക്കണ്ടി, പിന്നെ ഇവിടെ തപോവൻ റിസോർട്ടില്, വയനാട്ടില്. അതൊന്നും പക്ഷേ മീൻസ് അതിന്റെ ഒരു കേന്ദ്രത്തിൽ ഇലക്ഷൻ നടക്കുമ്പോൾ പോലും അത് പക്ഷേ ചർച്ചാ വിഷയമാണ്. മീഡിയയുടെ ഭാഗത്തു നിന്ന് മീഡിയ അതിന്റെ വളരെ ചെറിയൊരു പ്രതലത്തിലേക്ക് ഒരു സാധാരണഗതിയിൽ ഒരു ഇലക്ഷൻ വരുമ്പം അതിന്റെ ഒരു സ്റ്റോക്ക് ടേക്കിംഗ് ആണ് നടക്കുക. അതുവരെ നടന്ന ഒരു ഒരു 5 വർഷത്തിനെ കുറിച്ചുള്ള ഉത്തരം പറയൂ എന്ന് സർക്കാരിനോട് പറയുന്ന, അക്കൗണ്ടബിൾ ആക്കുന്ന പണി, ആ പരിപാടിയിലേക്ക് ഇപ്പൊ ആരും പോകുന്നില്ല. അതുകൊണ്ട് മീഡിയയെ മെമ്മറി എന്നത് അവസാനിപ്പിക്കാൻ നല്ലതെന്ന് തോന്നുന്നു. റൈറ്റ്. ഞാൻ അവസാനം ബഷീറിനോട്, ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലം, ഇപ്പോൾ ബഷീർ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഇതൊരു അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രിലൂഡാണ് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ആവാനുള്ള സാധ്യത എത്രത്തോളമാണ് ഞാൻ ചോദിക്കുന്നത്. അതിൻ്റെ ഇപ്പോൾ നമ്മളൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. LDF ആണ് ജയിക്കുന്നത് എന്ന് വിചാരിക്കാം. ഇറ്റ്സ് എ റിമോട്ട് ചാൻസ്. പക്ഷേ എന്നാൽ അങ്ങനെ ഒരു സാധ്യത ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ UDF ആണ് ജയിക്കുന്നത്, പക്ഷേ ഒരു നാരോ മാർജിനാണ് എന്ന് വിചാരിക്കാം. ഈ 2 സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് നിലമ്പൂർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കേർട്ടൺ റൈസർ ആവുമോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അജണ്ട നിശ്ചയിക്കുന്ന മണ്ഡലമാകും? തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ കരുതുന്നത്. ഒന്ന്, UDFന് വലിയ മേൽക്കൈയുള്ള മണ്ഡലമാണ് നിലമ്പൂർ എന്ന കാര്യത്തിൽ സംശയമില്ല. അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു റിസൾട്ട് അല്ല നിലമ്പൂരിൽ നിന്നുണ്ടാകുന്നതെങ്കിൽ, ഞാൻ ഈവൻ സ്വരാജ് തോറ്റാൽ പോലും ചെറിയൊരു മാർജിനിലാണ് അത് സംഭവിക്കുന്നതെങ്കിൽ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് ഈ റിസൾട്ട് അനുകൂലമായാണ് വരാൻ പോകുന്നത് എന്നതാണ്. ഒന്ന്, അതിൻ്റെ അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ ഇവിടെ നിന്നുള്ള അതിൻ്റെ ഗ്ലിംസസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തായിരിക്കും വരാൻ പോകുന്നത്, സർക്കാരിനെതിരെ ഉയരാവുന്ന സംഗതികൾ എങ്ങനെ മറച്ചു പിടിക്കപ്പെടും എന്ന കാര്യം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. വരാവുന്ന സബ്ജക്റ്റുകളെക്കുറിച്ച് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഇവിടെ നൽകപ്പെട്ടു കഴിഞ്ഞു. ഏതെങ്കിലും ഒരു സാധ്യതയിൽ സ്വരാജ് വിജയിക്കുന്നു എന്ന് കരുതാം. ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പം വളരെ ചങ്കിടിപ്പോട് കൂടിയാണ് യഥാർത്ഥത്തിൽ UDF അതിൻ്റെ അവസാന സ്റ്റേജിൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ആദ്യമൊക്കെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചെങ്കിലും സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടത് മുതൽ ഇങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വലിയ ചങ്കിടിപ്പോട് കൂടിയാണ് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ സ്വരാജ് വിജയിക്കുകയോ
സ്വരാജ് ചെറിയ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുകയോ ചെയ്താൽ പോലും ഇതേ ചങ്കിടിപ്പ് UDF-ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഉണ്ടാകും. സ്വാഭാവികമായി നമ്മൾ ആൾട്ടർനേറ്റ് ടേം എന്നതായിരുന്നു നേരത്തെ ഉള്ള ഒരു ഇത്. ഇപ്പോൾ 2 തവണ ഭരിച്ചു കഴിഞ്ഞും മാറ്റം ഉറപ്പാക്കാവുന്നൊരവസ്ഥയിലല്ല യഥാർത്ഥത്തിൽ കേരളത്തിൽ UDF ഉള്ളത് എന്നാണ് ഞാൻ കരുതുന്നത്. ആ ഒരു പേടിയോടുകൂടി പരിഭ്രമത്തോടു കൂടി ആയിരിക്കും UDF ഇലക്ഷനിലേക്ക് പോവുക. മറിച്ച് UDF-ന് ഒരു കോൺഫിഡൻസോട് കൂടി ഇലക്ഷനിലേക്ക് പോകണമെങ്കിൽ സ്വരാജിനെ വലിയ ഒരു ഭൂരിപക്ഷത്തിന് തോൽപ്പിക്കാൻ, ഇത് UDF-ന്റെ മണ്ഡലമാണ് എന്നും ഇതാണ് പൊതുവികാരം കേരളത്തിൻ്റെ എന്നും പറയാവുന്ന വിധത്തിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ സ്വരാജിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഭരണമാറ്റം എന്ന ഒരു മുദ്രാവാക്യം മുന്നിൽ വെച്ച് UDF-ന് പോകാൻ കഴിയൂ. മറിച്ചാണെങ്കിൽ UDF പരുങ്ങലിലായിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. റൈറ്റ്. ഞാൻ അവസാനം തുടങ്ങിയ പോലെ തന്നെ സുഭാഷിൽ അവസാനിപ്പിക്കുകയാണ്. ഈ പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടല്ലോ, അതായത് ഒരു വലിയ മാർജിനിലൊരു വിജയം UDF-ന്, ആ ഒരു ലക്ഷ്യത്തിലേക്ക് UDF ചലിക്കുന്നുണ്ടോ സത്യത്തിൽ? ഞാൻ ഈ മറ്റേ പ്രസ്താവനകളും വാർത്താ സമ്മേളനങ്ങളും വലിയ വാചകങ്ങളും എല്ലാം ചോദിക്കുന്നത്, ഗ്രൗണ്ടിൽ UDF അങ്ങനെ ചലിക്കുന്നുണ്ടോ? ഗ്രൗണ്ടിൽ നമുക്ക് ആ തരത്തിൽ, അതായത് UDF-ന് അവിടെ കാണിക്കാവുന്ന എന്താ പറയുക, ഷോക്കേസിൽ വയ്ക്കാൻ പുറത്ത് വൃത്തിയായിട്ട് കാണിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ആര്യാ ഷൗക്കത്ത്. പക്ഷേ ഇതേപോലെ തന്നെ ഒത്തിരി പ്രതികൂല ഘടകങ്ങളുണ്ട്. അതിനെല്ലാം മറികടന്നുകൊണ്ട് വേണം ഇതിപ്പോൾ പറഞ്ഞ പോലെ തന്നെ മുന്നോട്ട് പോകാൻ. പക്ഷേ ആ സ്വരാജിൻ്റെ വരവോടുകൂടി അതിനകത്തൊരു ഒരു മാറ്റമുണ്ട്. അപ്പോൾ ഒരു സ്ഥാനാർത്ഥികളെ എന്താ പറയുക കമ്പയർ ചെയ്യുന്ന തരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും ഒരു മേൽക്കൈ ഇയാൾക്ക് കിട്ടും. ഒരു LDF-ൻ്റെ ഒരു ഒരാളോട് ഞാൻ ചോദിച്ചത്, ഇക്കണ്ട കസർത്ത് മുഴുവൻ പണ്ട് ശ്രീരാമകൃഷ്ണൻ മത്സരിച്ചപ്പോഴും ചെയ്തതല്ലേ, അന്ന് 18,000 വോട്ടിനല്ലേ തോറ്റത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയണത് അത് 19 കൊല്ലം മുമ്പാണ്, ഒരു തലമുറ പിന്നെ മാറിയിട്ടുണ്ട്, അതിൻ്റെ മാറ്റം ഇത്തവണ ഉണ്ടാവും എന്നാണ്. അതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എത്രത്തോളം എന്നത് നമുക്ക് വോട്ടെണ്ണി കഴിഞ്ഞാൽ പറയാൻ കഴിയും. അവസാനം ഈ ഇപ്പോൾ പറഞ്ഞ പുതിയ തലമുറ അവരെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ ഈ 2 മുന്നണികളും? അവരിൽ നിന്നൊക്കെ വോട്ട് കിട്ടും എന്ന് ഈ 2 മുന്നണികളും പ്രതീക്ഷിക്കുന്നതിൻ്റെ അടിസ്ഥാനം? അല്ല, അൻവർ ഉയർത്താൻ ശ്രമിച്ചൊരു പ്രശ്നം അതായിരുന്നു. അൻവർ, പക്ഷെ അൻവറിൻ്റെ ഉയർത്തുന്ന രീതിയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അൻവർ ഉയർത്തിയ എല്ലാ പ്രശ്നങ്ങളും വളരെ റെലവൻ്റാണ്. അത് അൻവർ ഉയർത്തിയത് കൊണ്ട് മാത്രമാണ് അത് ചർച്ച ചെയ്യപ്പെടാതെ പോയത്. കാരണം അൻവർ അങ്ങനെ ഉയർത്തിയിട്ട് അൻവർ അങ്ങനെ ആളാവണ്ട എന്ന ധാരണ പുതിയ തലമുറയുടെ പ്രശ്നം ഈ അഡ്രസ്സ് ചെയ്യുന്നതെന്ന് പറയുന്നത് പുതിയ തലമുറ മൊത്തം അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു എന്ന അഭിപ്രായം എനിക്കില്ല. നമ്മുടെ ഒരു രാഷ്ട്രീയ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചിന്തിക്കുന്ന രാഷ്ട്രീയ ധാരയുണ്ട്. അത് വേടനെ കേൾക്കാൻ പോകുന്ന പുതിയ കുട്ടികളുടെ ഒരു ആവേശമുണ്ടല്ലോ, അത് തീർച്ചയായും ഒരു ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഇതുണ്ടല്ലോ. ഒന്ന് അപ്പുറത്ത് ഇത്ര സമുദായത്തിൽ ഇത്ര വോട്ട്, ഇന്ന സമുദായത്തിൽ ഇത്ര വോട്ട്, ഈ ജമാഅത്തെ ഇസ്ലാമി, PDP, SDP ഇവർക്കൊക്കെ അങ്ങനെ വോട്ട്, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ കുറവായിരിക്കാം. ഒരു പക്ഷേ ആ കണക്കുകൂട്ടൽ എങ്ങനെയാണ് നമ്മൾ യുവതലമുറയുടെ പിന്തുണ കിട്ടും? അപ്പോൾ അവർക്ക് അതിനപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയം, ഒരു പലസ്തീൻ ഇൻ്റർനാഷണൽ ലെവലിലാണ് അപ്പം പുതുതലമുറ ചിന്തിക്കുന്നത്. ഒരു തലത്തിലുള്ള ഒരു രാഷ്ട്രീയം, ഒരു വളരെ ചെറിയ രൂപങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുന്നുള്ളൂ. അത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പക്ഷേ ഈ നെറേറ്റീവ് ഇങ്ങനെ നമ്മുടെ മെയിൻ സ്ട്രീം നെറേറ്റീവിൽ വലിയ താല്പര്യം ഉണ്ടാവാൻ സാധ്യതയില്ല. അത് ആ പൊളിറ്റിക്സിലല്ല, മറിച്ച് ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ജനകീയ രാഷ്ട്രീയം, അല്ലെങ്കിൽ പീപ്പിൾസ് മൂവ്മെൻറ്റ്, പീപ്പിൾസ് ഇൻവോൾവ്മെൻറ്റ് എന്ന് പറഞ്ഞ രാഷ്ട്രീയം അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്തായാലും പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ ഷാഫി അവിടെ ചെയ്തിട്ടുണ്ടായത്, വളരെ ചെയ്തത്, അത് ഇങ്ങനെ ചെയ്യുന്നത്, ഇതാണോ പുതിയ തലമുറ എന്നൊക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ടാവും. സ്വരാജ് ഒരു എഴുത്തുകാരുടെയും അങ്ങനെ ഒരു പുതിയ ഒരു രീതിയിലുള്ള, പുതിയതല്ല പഴയ രീതിയിൽ, അങ്ങനെ ഒരു പുതിയൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ രീതി ഒന്നും അടുത്തൊന്നും വരാൻ പോകുന്നില്ല. ഇതൊക്കെ തന്നെയായിരിക്കും ചർച്ച ചെയ്യപ്പെടുന്നത്. 2026 തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമിയും കാസയും ഒക്കെയാണ് വലിയ ചർച്ചയായിട്ട് വരുന്നത്. മറ്റേത് നമ്മുടെ ആഗ്രഹം മാത്രമാണ്. റൈറ്റ്. എന്തായാലും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന കേരള രാഷ്ട്രീയത്തെ നിശ്ചയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പ്രതീക്ഷിക്കാത്ത വിധത്തിൽ
പല കാരണങ്ങളാൽ നേരത്തെ മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ച PV അൻവർ മത്സര രംഗത്തേക്ക് വരുന്നു. മത്സരിക്കണോ വേണ്ടയോ എന്ന് സംസ്ഥാന പ്രസിഡന്റിന് സംശയമുണ്ടായിരുന്ന ഒരു പാർട്ടി BJP അല്ലെങ്കിൽ NDA മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അത്ര ജനകീയനല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു. ഇങ്ങനെ പല കാരണങ്ങളാൽ പിൽക്കാലത്ത് ചൂടുപിടിച്ച മത്സരത്തിലേക്ക് മാറിയ നിലമ്പൂർ LDFൻ്റെ സ്ഥാനാർത്ഥിയുടെ രംഗപ്രവേശത്തോടെ കുറെ കൂടെ ശക്തമായൊരു മത്സരത്തിലേക്ക്, പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ളൊരു സ്ഥാനാർത്ഥിയുടെ രംഗപ്രവേശത്തോടെ കുറെ കൂടെ ശക്തമായ മത്സരത്തിലേക്ക് നിലമ്പൂർ എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഈ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഇനിയുമുണ്ട് സമയം. ഈ സമയത്തുണ്ടാകുന്ന ഏത് ഡെവലപ്മെൻറ്റും ഈ പൊളിറ്റിക്കൽ ക്ലൈമറ്റിനെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ളതാണ്. നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുമുണ്ട്. അവസാന ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ചില ഡെവലപ്മെൻറ്റ്സൊക്കെ രാഷ്ട്രീയ കാലാവസ്ഥയെ മാറ്റിമറിക്കുന്നത് നമ്മൾ കണ്ട, അതിനും സാധ്യതകൾ അവശേഷിക്കുകയാണ്. എന്തായാലും വലിയൊരു മത്സരം നടക്കുന്നു. ഈ മത്സരത്തിൻ്റെ ഫലം ഭാവി കേരളത്തിൻ്റെ രാഷ്ട്രീയ മാനങ്ങളെ നിർണ്ണയിക്കുന്നതാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നമുക്കുണ്ട്. സ്പെഷ്യൽ ഡിബേറ്റ് ഇവിടെ പൂർത്തിയാവുകയാണ്. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.